ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് റാംപേജ് യൂണിറ്റ് എന്ന് പറയുന്നൊരു ക്ലാസ്സിലാണ് കളിക്കാൻ പോകുന്നത്. റാങ്ക് മാച്ചുകളൊക്കെ മാറ്റി സെപ്പിനെ തോറ്റ് പറ്റി മനസ്സിലായി. നമ്മുടെ മുക്കിന് ക്ലാസ്സിലാൻഡൊക്കെ കളിച്ച് കുറച്ച് വീഡിയോ ഇടാനൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം നമുക്കാണെങ്കിൽ ക്ലാസ്സിലാൻഡ് റാംപേജ് യൂണിറ്റ് എന്നാണ് എനിക്ക് ക്ലാസ്സിലാൻഡ് പേര്. കളിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ഫുൾ റിക്വസ്റ്റ് ഇട്ടാൽ മതി. അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയിക്കല്ലോ. നമ്മളാണെങ്കിൽ കയറിച്ച് നമ്മളെന്തോ ഒരു സ്കൂളിൽ ടീം മൊത്തം വിളിക്കുന്നു. ആദ്യത്തൊരു ഇത് മിസ്സായി, രണ്ടാമത്തെ അടിക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്ത് ചടിയുന്നു. എന്നിട്ട് 150 കൊടുത്തപ്പോഴത്തേക്ക് അവന് ടീമേറ്റ് എടുത്ത് അങ്ങ് എടുത്ത് എന്നിട്ട് അവിടെ ബ്ലൂവിൻ്റെ വിളിക്കുന്നതിന് ഞാൻ അടിക്കാൻ വേണ്ടി നോക്കി. അവ എന്നെയാണ് നോട്ടൊട്ടിച്ചത് ബേസ്. അതിൻ്റെ ഇടയ്ക്കൂടെ വേറെ എത്തുകയാണ്. അവൻ ഞാൻ 150 എടുത്താണ് എന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതിനകത്ത് നമ്മൾ സെയിം ഗണ്ണിൽ എടുത്ത് ഇതവ സീരിയസ് മോഡലുണ്ട്. നമ്മളിങ്ങനെ ഈയിട്ട് തന്നെ എത്തിക്കുക. അതിൻ്റെ പേരെന്തോന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഇന്നലെ കളിച്ച വീഡിയോ എന്നിട്ട് ഇന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് സ്കൂളൊന്നും ഇല്ലായിരുന്നല്ലോ ബേസ്. അവിടെ നമ്മുടെ കമ്പ്യൂട്ടർ എഡിറ്റ് ചെയ്യുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഒരു വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അവരെ കളിച്ചതാണ്. ഇവിടുത്തെ ഇവിടെ എല്ലാണോ ഞാൻ പിടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കി. പക്ഷെ ഞാൻ ചത്ത് എന്നാണ് ടീമേറ്റ് എടുത്ത്. ഞാനാണെങ്കിൽ റാൻഡം പ്ലേയേഴ്സിലൂടെ ഇരിക്കുന്നത്. നമുക്കൊന്നും അതിൻ്റെ കൂടെ കളിക്കാൻ കഴിയില്ല. അതാണ് ഈ വിഷയം. അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ വെടിച്ചത് കണ്ണിൻ്റെ പേരൊന്നും എനിക്ക് അവനുള്ള സത്യം പറയാം. നമ്മൾക്ക് പേരൊന്നും തിരക്കാനില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുറെ പട്ടികളൊക്കെ കിടന്ന് ചിലക്കുന്നത്. എവിടെ അവനെ അടിക്കാൻ വേണ്ടി എന്താ സ്നൈപ്പറിൻ്റെ സ്കോപ്പ് അങ്ങോട്ട് തീരും. പുറയുന്നതൊന്നും അടിച്ചില്ല. സ്നൈപ്പറിൻ്റെ സ്കോപ്പ് അങ്ങോട്ട് തിരിയുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നത് സെൻസിറ്റിവിറ്റിയാണ്. എനിക്ക് വലുത് ആ കൈക്കിട്ടിയ സെൻസിറ്റിവിറ്റി ഇടുന്നുണ്ട്. ഇപ്പം നട്ടിങ്ങനെ ACD അങ്ങനെ കണ്ട് പറയുന്ന സാധനം ഇതെന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിതൊരു പോയി ചെന്നേരപ്പം ഞാൻ കുറച്ചിട്ടിപ്പോൾ ഹെഡ് അടിക്കാതെ തുടങ്ങി. സ്നൈപ്പറൊക്കെ ആയിട്ടുണ്ട്. സ്നൈപ്പറിനകത്തൊക്കെ എനിക്ക് ഈ സീസൺ കഴിഞ്ഞ സീസണിൽ എനിക്ക് സ്നൈപ്പറിനകത്ത് സ്നൈപ്പർ പൊളിയായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ നീങ്ങാനാണ് പറയുന്നത്. ഇവിടുന്നൊക്കെ അടിയാനെന്ന് പറയാണ്ട് അവനെ എൻ്റെ ടീമേറ്റ് അടിച്ചിട്ട് എന്നെ അടിച്ചത്. ഇപ്പം എന്താണ് ഈ നടക്കുന്നത്? എന്നെ എടുത്തടിക്കും അവനെ ടീമേറ്റ് അടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇത്തരം അടിച്ചിട്ട് അവൻ്റെ ടീമേറ്റ് വന്ന് നമ്മളെ അടിക്കും. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ എൻ്റെ അനിയത്തിയൊന്നും നന്നായിട്ട് കൂടുതൽ ചീത്തറൊന്നും വേണ്ടിയാണ് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. ഞങ്ങളുടെ ബാത്റൂമിൽ നിന്നാണ് ചെയ്യുന്നത്. ഇപ്പത്തിവിടെ കറണ്ടുമില്ല. അപ്പം കേസ് ഇവിടെ കറണ്ട് ഏറ്റവും ഫാനും ഇല്ല, ഒന്നുമില്ല. കറണ്ടുണ്ടെങ്കിൽ ഫാനില്ല, ഇവിടെ ഫാനില്ല. കിട്ടുന്നില്ല. ഇതിന് സെൻസിറ്റിവിറ്റിയുടെ പ്രോബ്ലമാണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലോണം അങ്ങോട്ട് വലിക്കുന്നുണ്ട്. വലിച്ചിട്ട് അതങ്ങോട്ട് വരുന്നില്ല കേസ്. സ്നൈപ്പറിൻ്റെ സ്കോപ്പിൻ്റെ കേസ് അതങ്ങോട്ട് നീങ്ങുന്നില്ല. ഞാൻ അവിടെ ഇട്ട് ഒരു തല അടിച്ചങ്ങ് പൊട്ടിച്ച് പൊളി തന്നെയാണ് കണ്ടത്. അതിനുശേഷം നമുക്ക് ഇവിടെയുള്ള ഈ മുക്കെടുക്കണം കേസ്. മുക്കെടുത്താണ് പോയിന്റ് കൂടി വന്നുകൊണ്ടേയിരിക്കും. സാധനങ്ങൾ പോയിന്റ് കൂടാൻ വേണ്ടി മുക്കെന്ന് ഇട്ട് എന്നിട്ട് ഇങ്ങോട്ടങ്ങനെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് പോയിന്റ് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിൽ ഫൈറ്റിനൊന്നും പോകണ്ട. അതാണ് കുറച്ചെങ്കിലും അടിപൊളി. ദൂരത്ത് വന്ന കേസ്. അപ്പം നമ്മൾ അവനെ അടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കണം. ഞാൻ അടിക്കട്ടെ എവിടെ കുറേ മുമ്പിൽ നിന്ന് അറ്റത്തുനിന്ന് സൈഡിൽ നിന്ന് എല്ലായിടത്തും ഒരു കേസ് എന്ത് ചെയ്യും? ഇതാണ് പാനിക്കായത് കേസ്. പാനിക്കായി മോളിൽ നടി താഴെ നടി അറ്റത്ത് നടി സൈഡിൽ നടി എങ്ങനെ വേണമെങ്കിൽ എല്ലായിടത്തും നടിയിട്ട് അവിടെ വിടത്ത്. അങ്ങനെയാണ് പറയാം. അപ്പം നമ്മളെത്ര അടിപൊളിയായിട്ട് കളിച്ചില്ലെങ്കിൽ നമ്മളെല്ലാ വീഡിയോ ഇടും കേസ്. അതൊക്കെ വേറെ നമുക്ക് എന്തായാലും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഗീവവേക്കെ കൊടുക്കുമെന്ന് അറിയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഗീവവേക്കെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല. നമ്മളെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് യൂട്യൂബ് തുടങ്ങി. എന്നിട്ട് ഈ സബ്സ്ക്രൈബ് വെച്ചോണ്ടെങ്കിൽ ഇരിക്കുക. നമുക്ക് ആർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ വയ്യ. അടുത്തതിന് അടിച്ചിട്ട് ഇത് എത്രാമത്തെ തവണ ഞാൻ ചാവുന്നതെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് കമൻറ്റ് ഇടണേ. ഞാൻ എത്ര തവണ ചത്തെന്നുള്ളതെന്ന് അറിയുന്നു. ഡബിൾ വിക്കറ്റ് എടുത്താലോ? അതാണ് ഡബിൾ വിക്കറ്റ് എടുത്താൽ പിന്നെ നെറ്റിപ്പിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ. ഇവിടെ നിന്ന് ഞാൻ വന്നീ മാറണം.
മരുഭൂത എവിടെ കയറുന്നു നമുക്ക് ഡബിൾ വെറ്റ് എടുക്കാം. ഡബിൾ വെറ്റ് എടുക്കുകയാണെങ്കിൽ സ്പീഡ് അടിക്കാൻ പറ്റും. എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഡബിൾ വെറ്റ് ഡബിളിനകത്ത് തന്നെ അടിക്കാം. രണ്ട് തൊക്കിന് വെടിയുണ്ടാവുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അടിക്കാൻ പറ്റും. വെറ്റ് പിടിച്ച് അടിപൊളിയായിട്ട് കളിക്കാനും പറ്റും. ഇത് നമ്മുടെ ടീമേറ്റ് ആണല്ലോ. ഞാൻ അറിയാതെ അവനെ പിടിച്ചിട്ട് വരികയായിരുന്നു. എനിക്കിപ്പോൾ പേടിച്ച് അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പിന്നെ ഞെക്കി പിടിച്ചിട്ടെങ്കിലും മുമ്പിലും പുറകിലും അറ്റത്തുനിന്ന് എല്ലായിടത്തും അടിക്കുന്നത് ചെയ്യാനെന്നത് അവസ്ഥ വെച്ച അവസ്ഥ ഇല്ലാത്ത അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ എന്തോ ചെയ്തോടും തുടങ്ങിയത് കൊണ്ടുള്ളതാണ്. ഇത് ഇവിടുന്ന് അടിക്കുന്ന ഒരു ഗ്രഡെടുത്തത് എങ്ങോട്ട് അറിയും ഇങ്ങോട്ട് പോയി ഞാൻ ടേബിൾ കണ്ടിട്ടെന്ന് ഞാൻ തന്നെ വേറെ ടേബിളിലേക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ തന്നെ പറഞ്ഞില്ല എന്താണ് ഗെയിമിങ്ങാണ്. അയ്യോ അപ്പം നമുക്ക് AW എൻ്റെ ഇപ്പോൾ ഒരു പ്ലാനുണ്ട്. എൻ്റെ ASR ബുദ്ധിയിട്ടുള്ളൊരു പ്ലാനാണ്. നിങ്ങളിത് കേട്ട് നിങ്ങൾക്കാണെങ്കിൽ CS റാങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. മറ്റന്നാൾ നിങ്ങളുടെ ഇതുവരെ ഇറങ്ങിയത് ഈ ഒരു കോണിപ്പടി കയറുക, അവിടെ കെനിയുണ്ടോ എന്നൊക്കെ സൂക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ നേരെ വരിക ഇവിടോട്ട്. അപ്പോൾ ഈ വീട്ടിന് ഉണ്ടെങ്കിൽ ഇരുന്നാൽ അവിടെ ഇരിക്കുന്ന ഇനിമകളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് അടിച്ചില്ല. സ്നൈപ്പേഴ്സിന് ഇങ്ങനെ അടിച്ചില്ല. അവിടെ നിന്ന് എല്ലാ ഇനിമകളും എന്തായാലും ഈ സൈഡുകളിലോട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് അടിച്ചിടാൻ പറ്റും. ഇനിമകൾ നമ്മളെ കാണാനും ചാൻസ് ഉള്ള നമ്മളിവിടെ ബുയാ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത്ര കില്ലെടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ നമ്മൾ 2 കില്ലെടുത്ത് നമ്മളങ്ങനെ വിജയം കിട്ടാൻ. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ക്രാഫ്റ്റ്ലാൻഡിൻ്റെ ഗെയിം പ്ലേ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് റിപ്ലൈ ചെയ്യുക. ഇവൻ എനിക്ക് ഇവിടെ വെച്ച് കിട്ടിയൊരു കുട്ടികളാണ്. മക്കളോ എന്തായാലും ശരി ഗെയിം.